അല്ല, അതുകൊണ്ട് MLA ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സംഭവമൊന്നുമില്ല. സുധാകരൻ ഒറ്റക്കല്ല, ജനങ്ങളുണ്ട്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് സുധാകരനോടൊപ്പം ഉണ്ടാവും. ഈ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം CPM നേതാവ് എന്ന നിലയിൽ CPM രാജിവെച്ചിട്ടാണ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് നിന്ന് രാജിവെച്ചവരെ എത്ര പേര് കോൺഗ്രസിനെ അപഹസിച്ചുകൊണ്ട് പോയിട്ട് CPM സ്വീകരിച്ചിട്ടുണ്ട്, CPM അവർക്ക് മാലയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നല്ല അന്ന് അവർ പറഞ്ഞത്. ഇവരിപ്പോഴും നന്നാവാൻ ഉദ്ദേശിക്കുന്നതിന്റെ തെളിവാണ് ഇത്തരം കാര്യങ്ങൾ. MLA പൊതുവേദിയിൽ വെച്ച് വിചാരണ ചെയ്യുന്നവർ ശ്രമിക്കുക. ആ കാലമാണോ ഇത്? CPMന്റെ അണികൾ പോലും ഇത് അംഗീകരിക്കുമോ? ആ അണികളടക്കം വോട്ട് നൽകിയിട്ടില്ല സുധാകരനെ ജയിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ നയങ്ങളോടുള്ള പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ് സുധാകരൻ ഈ ഭൂരിപക്ഷം. അത് മനസ്സിലാക്കിയിട്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം നിങ്ങൾ MLA പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യുക, മോശനം ചെയ്യുക. MLAയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളെ പാർട്ടി നേതാക്കന്മാർക്ക് പ്രസംഗിക്കാം, അല്ലെങ്കിൽ പറയാം. നിയമസഭയുണ്ട്, അവിടെ സംസാരിക്കാം. അതല്ലാതെ MLA വഴി നടക്കുമ്പോൾ തടയാനും പിടിക്കാനും വിചാരണ ചെയ്യാനും പോകുന്നത് നിങ്ങൾ പഴയ ഫാസിസ്റ്റ് സ്റ്റൈൽ ഇപ്പോഴും തുടരുകയാണ്. 10 കൊല്ലം ഭരിച്ചതിന്റെ അത് കംപ്ലീറ്റ് ഇറങ്ങിയിട്ടില്ല അതിന്റെ തെളിവാണ് ഇത്. മനസ്സിലായില്ലേ? അതിന്റെ ആ അഹങ്കാരവും ധിക്കാരവും ഇപ്പോഴും അവരെ പിന്തുടരുന്ന തെളിവാണ്. അവർ പാർട്ടി നിയന്ത്രിക്കണം ഇത്തരക്കാരെ.